സന്തോഷം നോക്ക്. ഈ ഒരു വ്ലോഗിൽ ഏറ്റവും വലിയൊരു ട്വിസ്റ്റാണ് നടന്നത്. കല്യാണത്തിന്, അതായത് മുഹൂർത്ത സമയത്തിന്റെ കറക്റ്റ് സമയത്ത് അവിടെ ചെല്ലുന്നു, വേറൊരു ചെറുക്കനും വേറൊരു പെണ്ണും നിൽക്കുന്നു. ഓഡിറ്റോറിയം മാറിയാ. ഞാൻ പിന്നെ മൊബൈൽ എടുത്ത് നോക്കുന്നു, പിന്നെ അയച്ചു തന്നേക്കുന്ന കല്യാണക്കുറി എടുത്ത് നോക്കുന്നു, ഇതൊക്കെ എടുത്ത് നോക്കിയിട്ടും സെയിം. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഹലോ ഗായ്സ്, അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഇൻട്രോയിൽ ഒരു സ്പെഷ്യലുണ്ട്. വേറൊരു ഫാമിലിയോടെ നമ്മുടെ കൂടെ ഉണ്ട്, ഷുണ്ടു ഉണ്ട്. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ. അതാണ് എന്താണ് കല്യാണം. അർജുൻ്റെ കല്യാണത്തിന് പോവാണ്. നമ്മൾ ഹൈദരാബാദിൽ നിന്ന് വന്നതാണ് കല്യാണത്തിന് വേണ്ടിയിട്ട്. സോ നമുക്ക് സമയത്തിന് മുമ്പ് അവിടെ എത്തണ്ടേ? ഒരു മണിക്കൂർ വേണം ക്യാമറ സെറ്റ് ചെയ്ത് ഈ ഒരു 3 സെക്കൻഡ് ക്ലിപ്പ് എടുക്കാനായിട്ട്. അത് അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ, ഇച്ചിരി പാടാണ്, ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവനെ വെക്കണത്. നമുക്ക് 12 മണിക്ക് അവിടെ എത്തണം. ഇപ്പൊ ഇറങ്ങണം. എന്നാ നമുക്ക് കുറച്ച് ബാക്കി സീനൊക്കെ നമുക്ക് ഇനി പോകുന്ന വഴിയൊക്കെ കാണാം. ഒരു ബൈ പറ. ഇനിയിപ്പം കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളവിടെ എത്തുന്നത്. നല്ല സത്യം. നല്ല റോഡാണല്ലേ, നല്ല റോഡാണ്. പക്ഷേ നമ്മുടെ ഡ്രൈവറിന്റെ പ്രശ്നം എന്ന് തോന്നുന്നു ഗൈസ്. ഇതുവരെ ഞാൻ ഇറങ്ങി, ഞങ്ങളെല്ലാരും ഗൈസ് ഞാൻ പറഞ്ഞു ഡിലേ ആയിട്ട് കഴിക്കാൻ ഇറങ്ങുന്ന പറഞ്ഞു. അപ്പൊ പറ്റത്തില്ല, ഇടിയപ്പം കഴിച്ച് കുറുമ കഴിച്ചാലും ഇറങ്ങണമെന്ന്. പിന്നെ അവര് പായസം വേണം. ഇനി ഞാൻ പറയാം, നീ പറയണ്ട. ഞങ്ങളെല്ലാരും റെഡിയായി ഇറങ്ങിയപ്പം ബാത്റൂമിൽ കയറി വേൻ കുളിക്കാനാന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് എത്ര സമയമാണ് നീ കുളിക്കുന്നേ? 2 മിനിറ്റ്. അല്ല, കുളിയില്ല. ചായ അടിച്ചു. അപ്പം നമ്മള് ഒരു ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ആയിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഇതുവരെ മുമ്പോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളവിടെ എത്തുള്ളൂ എന്ന് തോന്നുന്നുണ്ടായി. 1 hour later. അപ്പം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. ചെറുതല്ല, ഏറ്റവും വലുത്. ഈ ഒരു വ്ലോഗിൽ ഏറ്റവും വലിയൊരു ട്വിസ്റ്റാണ് നടന്നത്. ഞങ്ങൾ ഇവിടുന്ന് നേരെ ചെന്നു കല്യാണത്തിന്, അതായത് മുഹൂർത്ത സമയത്തിൻ്റെ കറക്റ്റ് സമയത്ത് അവിടെ ചെല്ലുന്നു, വണ്ടി ചവിട്ടുന്നു, ചാടി ഇറങ്ങാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. പക്ഷേ അവിടെ ചെന്നപ്പം ഫ്രണ്ടിൽ വേറെ ഒരു ബോർഡ് കണ്ടു. എന്തൊരു സംഭവം ഇങ്ങനെ നോക്കിയപ്പം വേറൊരു ചെറുക്കനും വേറൊരു പെണ്ണും നിൽക്കുന്നു. ഞാൻ ആലോചിച്ചിട്ട് ഓഡിറ്റോറിയം മാറിയാ. ഞാൻ പിന്നെ മൊബൈൽ എടുത്ത് നോക്കുന്നു, പിന്നെ അയച്ചു തന്നേക്കുന്ന കല്യാണക്കുറി എടുത്ത് നോക്കുന്നു, ഇതൊക്കെ എടുത്ത് നോക്കിയിട്ടും സെയിം കറക്റ്റ്. അപ്പം പിന്നെ സംഭവം എന്താ നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് മുകളിലത്തെ സെന്റൻസ് വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായ റിസപ്ഷനാണ്. അതായത് നാളത്തെ റിസപ്ഷൻ ഡേറ്റ് ആണ് കൊടുത്തേക്കുന്നത്. കല്യാണം നടക്കുന്നത് റമദയിൽ, അതായത് ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴ നല്ല കൊച്ചി അല്ലടാ ഞാൻ പറയാം, നമ്മൾ കൊച്ചിയിൽ നിന്ന് നമ്മൾ ആലപ്പുഴ വന്നു. ഈ ലൊക്കേഷൻ കാണിച്ചേക്കുന്ന ആലപ്പുഴയാണ്. ആലപ്പുഴ വന്നു. ഇനി ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് എത്ര കിലോമീറ്റർ ഉണ്ടാ? അറിയാത്ത ആൾക്കാർക്ക് റമദ ആക്ച്വലി ആലപ്പുഴയിലും കൊച്ചിയിലും ഉണ്ട്. കല്യാണം നടക്കുന്ന കൊച്ചി റമദയിൽ വെച്ചിട്ടാണ്. വീട് കൊച്ചിയിലാണ്. അതെ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കാണാൻ പറ്റിയില്ല. നമ്മൾ ഇനി അവിടെ പെണ്ണ് ഇറങ്ങാൻ പോലും കാണാൻ സംശയം. ഇനി സംശയമാണ്. ഇനി അപ്പം തിരിച്ച് അങ്ങോട്ട് നമ്മളിപ്പോൾ തിരിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്, അതായത് റംദയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പൊട്ടനെ പോലെ ഡ്രൈവർ ഉള്ളത് കൊള്ളാം. അതെ, പൊട്ടൻ ഡ്രൈവർ ഉണ്ട് നമ്മുടെ കൂടെ. അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോൾ ഇനി കല്യാണം കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ദൈവത്തിന് അറിയാം. കല്യാണം കാണാൻ പറ്റത്തില്ല, ഇനി അവരെ കാണാൻ പറ്റുമെന്നും അറിയത്തില്ല. ഒന്നുകൂടെ കിട്ടിക്കേണ്ടി വരും. പണ്ടൊരു കല്യാണം കാണാൻ പറ്റിയില്ല. കുഴപ്പമില്ല. അതൊന്നും കാണിക്കത്തൊന്നുമില്ല. വീട്ടിൽ കയറുന്ന സമയം കാണിക്കുമോ? ഞാൻ ബുദ്ധിപരമായ ഒരു ഐഡിയ പറഞ്ഞു വീട്ടിലെത്തിയെടുത്ത്. അതായത് ആ കല്യാണക്കുറി എടുത്ത് അതിലുള്ള ഫോൺ നമ്പർ എടുത്ത് റമദീന്ന് അവർ എത്ര മണിക്ക് ഇറങ്ങുമെന്നൊന്ന് വിളിച്ചു ചോദിക്കാനായിട്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ചെയ്താൽ മതിയല്ലോ. ഫോൺ എടുക്കുന്നില്ല. അത് വിളിച്ചിട്ട് ഇനി അർജുനെ വിളിച്ചു നോക്കാം. അർജു താല് കെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ എടുക്കുമെന്ന് അറിയത്തില്ല. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അർജുന് ഫോൺ ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ എടുത്താൽ മതിയായിരുന്നു.
രക്ഷയില്ല ഗൈസ്, എടുക്കുമെന്ന് തോന്നുന്നില്ല. എടാ നിനക്ക് എന്നെ 24 മണിക്കൂറും പുഞ്ഞം. ഇനിയെങ്കിലും ഞാൻ പറയുമ്പോ അത് കേക്കാൻ പറ്റും, മനസ്സിലായ? എടാ നീ മണ്ടത്തരല്ല പറയാറുള്ളേ, അപ്പൊ എങ്ങനെ കേൾക്കാനാളെ? ഇത് സമ്മതിച്ച് ഇത് എന്റെ മിസ്റ്റേക്ക് ആണ് ഗൈസ്, സീരിയസ്ലി പറയാ. ആ കല്യാണക്കുറി എനിക്ക് അയച്ചില്ലേലും കുഴപ്പമില്ലായിരുന്നു. ഈ അർജു കല്യാണം വിളിച്ചില്ലായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവരെങ്കിലും പോയെന്ന് കല്യാണം കണ്ടേനെ ഗൈസ്, സീരിയസ്ലി പറയാലോ. അവസ്ഥയായി പോയി. എന്ത് ചെയ്യാനാ, മൈൻഡ് ഫുള്ള് പോയി കഴിച്ചു. ഇനി അവരെങ്കിലും കാണാൻ ഇപ്പൊ എന്താ നമ്മുടെ മനസ്സിലെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് അവരെ ഒന്ന് കാണണം. അതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പൊ വിട്ടോണ്ട്. അല്ലെങ്കിൽ എന്തിനളിയാ, ഞാൻ അവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് വന്നളിയാ കല്യാണം കാണാന്. നീ ഇപ്പൊ കൊച്ചിന്ന് ഞാൻ ഇതിനെക്കാട് നല്ല ഐഡിയ പറഞ്ഞ ചെറുക്കന്റെ വീട്ടിന് അഡ്രസ്സെല്ലാം ഉണ്ടായിരുന്നു. നേരെ വീട്ടിൽ പോയിരുന്നെങ്കിൽ അവര് പരിപാടി കഴിഞ്ഞ് വരുമ്പോ അവിടെ വെച്ച് കാണാമായിരുന്നു. അത് ശരിയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ നേരെ 1 മണിക്കൂറിൽ അങ്ങോട്ട് പോകും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകും. അതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഇനി അവരെ സത്യം പറഞ്ഞ ഇന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നല്ലോ അപ്പൊ കാണാൻ പറ്റും. ചെറുക്കന്റെ വീട്ടിലോട്ടായിരിക്കുമല്ലോ കല്യാണം കഴിഞ്ഞ് പോകുന്നത്. നാളെ ഇവിടെ റിസപ്ഷൻ ഉണ്ട് പെണ്ണിന്റെ ഇവിടെ എറണാകുളത്ത്. നാളെ വരുവാണെങ്കിൽ അവര് ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇല്ലില്ല, കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ കയറണമെന്നാണ്. അതിനെക്കാട്ടി വലിയ കോമഡി എന്താണെന്ന് അറിയാമോ? എനിക്ക് ഈ കല്യാണക്കുറി കൈ തന്നില്ലേ, കയ്യിൽ എനിക്ക് അയച്ചു തരുന്നില്ലേ. ഇപ്പം വൈപ്പറിനെ ഫോണിൽ വിളിച്ചിട്ടാണ് പറഞ്ഞത്. എനിക്കന്ന് കല്യാണക്കുറി തന്നിട്ടുണ്ട്. അപ്പം ആ കല്യാണക്കുറിയിലാണ് ഈ ലൊക്കേഷൻ ഉള്ളത്, അതായത് ഇപ്പം ഞങ്ങൾ പോയ ലൊക്കേഷൻ ഉള്ളത്. സോ അപ്പം പിക്ക് ആകെ ഡൗട്ട്, എടാ റമദ വെച്ചിട്ടാണെന്ന് പിയോട് പറഞ്ഞ് റമദ വെച്ചിട്ടാണ്. ഇവർ ആൾറെഡി റമദയിലാണെന്ന് വെച്ചോണ്ടിരിക്കുകയാണ്, മനസ്സിലായ? അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കിനാണ് ഞാൻ കല്യാണക്കുറി നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെ ആലപ്പുഴ വെച്ചിട്ടാണെന്നാണ് ഞാൻ കല്യാണക്കുറിക്ക് അത് കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും ഓക്കെ ശരി മാറും. അപ്പോൾ അന്ന് രാത്രി ഇന്നലെ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് പിന്നെ വൈപ്പറിനോട് പി ചോദിക്കുകയാണ്, സത്യം പറ നിന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ? എനിക്ക് അവിടെ നാണം കെടാൻ വയ്യ, നിന്നെ വിളിച്ച സത്യം പറ. ഞാൻ വിചാരിച്ചു ഇനി റിസപ്ഷൻ മാത്രമേ ഉള്ളൂ, ഇനി വിളിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ച്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ആരും അറിയാത്തൊരു സത്യം പറയട്ടെ, ഞാൻ രാവിലെ എന്നിട്ട് ഇവന്റെ ഫോൺ ചെക്ക് ചെയ്തു, സംശയം അടിച്ചിട്ട് കല്യാണം വിളിച്ചോന്ന് ചെക്ക് ചെയ്ത് നോക്കി, ചാറ്റ് എടുത്ത് നോക്കിയപ്പോ റമദയുടെ ലൊക്കേഷൻ അവിടെ അയച്ചിട്ടേക്കണേ. അപ്പൊ ഞാൻ ഇതെന്തീ റമദയുടെ ലൊക്കേഷൻ, അത് ഞാൻ കറക്റ്റ്. എന്നിട്ട് ആലോചിക്കണേട്ടാ, എന്നിട്ട് അപ്പോഴും ഇല്ലത്തെയാണ് വിശ്വാസം. എന്നിട്ട് എന്താ പറയാ, ഞാൻ പറയണേ വിളിച്ചൊരു സത്യം ഇട്ടു, കള്ളം പറയണേ. ഞാൻ പറയാം എന്റെ കൊച്ചാണ് അപ്പൊ ഇവൻ കുഴഞ്ഞു പറഞ്ഞു. ഇവൻ പറഞ്ഞ് റമദ പറഞ്ഞ് കല്യാണമാണ്, പക്ഷെ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറയാം എനിക്ക് നേരെ എന്റെ ബ്രെയിനിനങ്ങ് പഴിച്ചാൽ ഞാൻ പറഞ്ഞു എന്റെ ഓർമ്മ കിട്ടാത്ത ഓർമ്മയില്ലെന്ന് പറഞ്ഞു. ഓർമ്മയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയാം എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറയാം എനിക്ക് ഓർമ്മ കിട്ടണില്ല. കല്യാണം എന്തോ എനിക്ക് എന്റെ ഓർമ്മ എനിക്ക് ഓർമ്മ ഒരാളാണല്ലോ, വലിയ ഓർമ്മയുള്ള ആൾക്കാർ ലൊക്കേഷൻ ഇട്ട് തന്നല്ലോ, അതൊരു പ്രശ്നമില്ലല്ലോ. അവര് കറക്റ്റ് ആയിട്ട് പെണ്ണ് കല്യാണം കാണാൻ പറ്റി. സത്യം സമയത്ത് അർജുന്റെ ചിരി ഉണ്ടല്ലോ. അയ്യോ ഞാൻ മുട്ടൻ പ്ലാനൊക്കെ ആയിരുന്നു ചെല്ലുന്നു കല്യാണ സമയത്ത് എന്ന് ഫോട്ടോ എടുക്കുന്നു, നിക്കറിനകത്ത് കൈയിട്ടിട്ട് പ്രിന്റർ എടുക്കുന്നു, പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെ കേൾക്കേണ്ടി എന്റെ മിസ്റ്റേക്ക് ആയതുകൊണ്ട് മാത്രമാണ് കഴിച്ച് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത്. സുപ്രിയടുത്ത് പറയണം, സുപ്രിയ നീ ഈ ക്യാമറ കൊണ്ട് ഓടി വരണം, നീ ഈ ക്യാമറ കൊണ്ട് ഓടി വരണം, ഞാൻ ഈ ക്യാമറ കൊണ്ട് ഓടി വരും. പി കൊച്ചിനെടുക്കുന്ന കൂടുതൽ ഈ പ്രിന്റർ നീ പിടിക്കണം. അപ്പൊ ഞാൻ പോയി ഈ ക്യാമറ ഫോട്ടോ എടുത്തിട്ട് ഈ കൈ നീട്ടുമ്പോ പ്രിന്റർ തന്നിട്ട് പ്രിന്റ് എടുത്ത് കൊടുക്കുന്നു. അപ്പൊ സ്പോട്ട് സാധനം. ഏതെങ്കിലും അമ്മാവന്മാരൊക്കെ ഇടയ്ക്കറിഞ്ഞല്ലോ, അവരൊക്കെ കിണ്ടി അറിയിക്കണം. ഞങ്ങളിപ്പോ പറയുകയും ചെയ്തു അവിടെ ചെല്ലുമ്പോഴത്തേന് അമ്മാവന്മാര് പ്രശ്നമായിരിക്കും, അതാണ് ഇതാണെന്നൊക്കെ പറയുകയും ചെയ്തത്. ഇതൊക്കെ കാണുന്ന അർജുന്റെയും ഇല്ലേ അവസ്ഥ എന്തായിരിക്കും? ട്രെയിൻ വിളിച്ചിട്ട് അർജുൻ ചെയ്യാൻ വന്നത് കാണാൻ. ഇവിടെ ഒരാൾക്ക് അതൊന്നും അല്ല പ്രശ്നം, ഇവിടെ ഒരാൾക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടിയില്ലല്ലോ പ്രശ്നം. പിക്ക് വെൽക്കം ഡ്രിങ്ക് വേണം. ഇവിടെ മറ്റൊരു കല്യാണം കാണാൻ പറ്റാതിരിക്കാൻ വെൽക്കം ഡ്രിങ്ക് അല്ല, ഗുഡ് ബൈ ഡ്രിങ്ക് ആയിരിക്കും അവിടെ. അച്ഛനെക്കാളും വലിയൊരു മണ്ടമാവനെ സന്തോഷം നോക്ക്. അച്ഛനെക്കാട്ടി വലിയൊരു മണ്ടനെ കണ്ടില്ല. ഇതാണ് അച്ഛനെക്കാട്ടി ഭയങ്കര വലിയ മണ്ടൻ. കണ്ടാ 10 കിലോമീറ്റർ പോകാനുള്ള കല്യാണത്തിന് 140 കിലോമീറ്റർ ഓടിച്ച എന്റെ പിള്ളേടെ കുറുക്ക് കുടിച്ചിട്ട് വന്നാതിയായിരുന്നു. മടുത്തു ഗൈസ്. അങ്ങനെ നമ്മള് റമദയിലെത്തി. ബസ് പോയിട്ടില്ല.
അങ്ങനെ റമദയിലെത്തിയിട്ടുണ്ട്. എന്താ അവസ്ഥ അറിയത്തില്ല. കല്യാണം കഴിഞ്ഞിട്ട് അരമണിക്കൂറായി, അരയല്ല 1 മണിക്കൂറായി, കറക്റ്റ് 1 മണിക്കൂറായി കല്യാണം കഴിഞ്ഞിട്ട്. എന്താ അവസ്ഥ ദൈവം തന്നെ അറിയാൻ കാശ്. അളിയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിൽപ്പുണ്ട് കേട്ടാ. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് നീ അറിഞ്ഞ ഞങ്ങൾ ആലപ്പുഴ പോയി. ഞങ്ങള് ഞാൻ പറഞ്ഞുതരാം. അല്ല, നാളത്തെ റിസപ്ഷൻ സ്ഥലത്ത് ലൊക്കേഷൻ ഇട്ടതാ. കല്യാണം കഴിച്ച ഉടനെ എന്തായിരുന്നു എക്സ്പീരിയൻസ് തോന്നിയത്? എനിക്ക് അങ്കിൾസിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ. അങ്കിൾസിന്റെ കൂടെ? അങ്കിൾസ് ആണ്. എന്തൊക്കെ ഡയലോഗായിരുന്നു. ചിക്മ എന്തൊരു പറഞ്ഞേ. കൊറേ വീഡിയോ ഫോട്ടോ വരുമല്ലേ? എല്ലാം വരുമില്ലേ? ആ ഓക്കെ 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 ശരി. കല്യാണം കഴിക്കുക. പക്ഷെ അത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് പറ്റാൻ പുള്ളിക്ക്. ഫോട്ടോ എടുക്കുന്ന പാട്. അല്ല ഇനിയിപ്പോ ഈ വരാൻ ട്രോളന്മാരൊന്നും പറയില്ലേ? അപ്പം ദേ പോണു. നമ്മൾ ഒരുപാട് ലേറ്റായി പോയി. എങ്കിലും നമുക്കല്ലേ കാണാൻ പറ്റില്ല അളിയാ. അപ്പോൾ കാണാൻ പറ്റി. നിങ്ങൾക്ക് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ല അളിയാ? ഇഷ്ടപ്പെട്ടാണോ അളിയാ? ഞാൻ ചത്തളിയാ. അവൻ ചത്തുന്നു. ഓക്കെ, അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുവാണ്. ഒരു ചെറിയ വ്ളോഗായി പോയി. നമ്മുടെ ചെറിയൊന്നും ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഇല്ലേ നമ്മുടെ മണ്ടത്തരങ്ങളും നിന്റെ മണ്ടത്തരം കാരണമല്ല, എൻ്റെ മണ്ടത്തരം കാരണമാണെന്നല്ലേ ശരി ഇല്ലേ? അവരൊന്ന് ചിരിക്കാനുള്ള കുറച്ച് സാധനം കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അടുത്ത വ്ളോഗ്, ഇനി വരാൻ പോകുന്ന വ്ളോഗ് എല്ലാം അടിപൊളിയായിരിക്കും. സോ ഗൈസ്, അപ്പം എല്ലാവർക്കും ബൈ ബൈ. എടാ ബൈ ബൈ പറഞ്ഞേടാ. ഓക്കെ ഗൈസ്, അപ്പം എല്ലാവർക്കും ബൈ ബൈ. അപ്പം മറ്റൊരു വ്ളോഗിൽ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷെയർ കൂടി ചെയ്തേക്കാം ഗൈസ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ.